ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു കാലത്ത് അത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ടാണ് പല പല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാം, അതുവഴി നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം, ജീവിതത്തിലൊരു പ്രതീക്ഷയുള്ളവരായിട്ട് ജീവിക്കാൻ അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ അല്ലേ. അപ്പം അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലേ, ജീവിതത്തിൽ സക്സസ് ആയ പല ആളുകളും അവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴാണെങ്കിലും അവരോട് സംസാരിക്കുമ്പോൾ അവരെ എപ്പോഴെങ്കിലും ഒന്ന് നേരിട്ട് കാണാനോ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഷോസിലൊക്കെ കാണുന്ന സമയത്ത് അവർ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും അവർക്ക് ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവരുടെ ലൈഫിനോടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ PT ഉഷ. അവരുടെ കുട്ടിക്കാലമൊക്കെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ഉള്ളതായിരുന്നു. പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഒബ്സ്റ്റക്കിൾസിനെ ഒന്നും കാണാണ്ട് അവരുടെ കഴിവിൽ അവർ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. PT ഉഷനെ അറിയപ്പെടുന്നത് തന്നെ ക്വീൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് എന്നാണല്ലേ. അപ്പം അത് അവരുടെ കഴിവിൽ അവർക്കുണ്ടായിരുന്ന ആ വിശ്വാസം കൊണ്ടാണ് ഓരോ ട്രാക്കിലും അവർ ഓടിയെത്തുന്നതും. അതുപോലെ തന്നെ ഭയങ്കര അവർ കുട്ടിക്കാലത്ത് തന്നെ അവർ തിരിച്ചറിഞ്ഞു അല്ലേ അവരുടെ കഴിവ്, അവരുടെ ഉള്ളിലൊരു കഴിവ്. ആ കഴിവ് ഉള്ളത് കൊണ്ട് തന്നെ നാളെ എന്തെങ്കിലും ഒരു രീതിയിൽ ഞാൻ നല്ല രീതിയിൽ എൻ്റെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം അവർക്ക് തോന്നി. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് കണ്ണൂരിലുള്ളൊരു സ്പോർട്സ് അക്കാഡമിയിൽ ചേർന്ന് അവർക്ക് ഭയങ്കര അതിശക്തമായ കഠിന പരിശ്രമങ്ങളിലൂടെ അവർ നല്ല രീതിയിൽ അവർക്ക് മെയ്വഴക്കവും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തു അല്ലേ. അങ്ങനെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇവരുടെ ഇന്നത്തെ ആ ഒരു പേരെന്ന് പറയുന്നത് അല്ലേ. അപ്പം ഒരുപാട് ട്രാക്കുകളിലൂടെ വിജയിച്ചു വന്ന് ക്വീൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് എന്നറിയപ്പെടുന്ന ആ ഒരു ലേഡി അവരുടെ ജീവിതം കുട്ടിക്കാലത്ത് എനിക്കിങ്ങനെ കഷ്ടപ്പാടാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോയി തൽക്കാലം ഒരു ജോലിക്ക് കിട്ടി രക്ഷപ്പെട്ടാൽ മതി, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയിരുന്നായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇന്നത്തെ ഈ അറിയപ്പെടുന്ന ഈ പേരിൽ വരില്ലായിരുന്നു അല്ലേ. അവർ അതിന് പകരം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന കഴിവിനെ തിരിച്ചറിഞ്ഞു. ആ കഴിവ് കൊണ്ട് എനിക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിലൂടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു PT ഉഷയെ നമുക്ക് ലഭിച്ചത് അല്ലേ. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ആ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് അവരുടെ അന്നിന് വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്നത്തെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിൻ്റെ പേരിൽ ലോകം മുഴുവൻ അവരെ അറിയപ്പെടുകയും ചെയ്തു. അപ്പം അതുപോലെ നമ്മൾക്കും നമ്മുടെ ഉള്ളിൽ പല പല കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അതിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതിനോടൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. എനിക്കും അതുപോലെ ആവണം എന്ന് നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ആ സിനിമയിൽ ഇപ്പോൾ ആ നടനോ അല്ലെങ്കിൽ നടിയോ അവരിങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുന്നത് കാണുമ്പോഴത്തേന് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ദുഃഖങ്ങൾ ഏത് വിഷമങ്ങൾ വന്നാൽ പോലും നമ്മൾക്കതിനെ അതിജീവിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലൈഫിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാൻ വേണ്ടി ഒന്നാമതായിട്ട് ഉള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഏറ്റവും അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കുറവാണ് നമുക്കുള്ളത് എന്നതിലോട്ട് നോക്കുന്നതിന് പകരം എന്ത് നമുക്കുണ്ട്, എവിടെ നിന്നും നമുക്ക് തുടങ്ങാം, എന്തൊക്കെ ചെയ്യാം എന്ന് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അതിൽ നിന്ന് ഡെയിലി നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഭാഗ്യമോ ലോട്ടറിയോ ഒന്നും അടിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഞാൻ 3 നേരം ഭക്ഷണം കഴിച്ചു, എനിക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് ആരെങ്കിലും എന്നെ ഞാനൊരു നല്ല കാര്യം ചെയ്തപ്പോൾ എന്നെ അഭിനന്ദിച്ചു, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വലിയ അത്ഭുതങ്ങളൊന്നും നടക്കണമെന്നൊന്നുമില്ല നമുക്ക് നന്ദി തോന്നാൻ വേണ്ടിയിട്ട്. നമുക്കുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. എത്രയോ പേരുണ്ടല്ലേ കയ്യും കാലും ഇല്ലാത്തവരും. നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കാണാറില്ലേ സ്വന്തമായിട്ട് വീടില്ലാണ്ട് വഴിയോരങ്ങളിലൊക്കെ കിടക്കുന്ന എത്രയോ നമ്മുടെ മലയാളികൾ തന്നെ എത്രയോ പേര് നാട്ടിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിടക്കാനൊക്കെയുള്ള നല്ലൊരു വീടുണ്ട്. ചോർച്ചയുള്ളൊരു വീടാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ 4-5 സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടാവുമായിരിക്കും. അത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഇപ്പം എനിക്ക് ഇത്രയും തന്നു, അപ്പം ഇനി എനിക്ക് അതിൽ കൂടുതൽ ഉണ്ടാക്കണം എന്നൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലൈഫിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക്.
ഓപ്റ്റിമിസ്റ്റിക് ആവുക എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു പ്രതീക്ഷയുള്ളവരാവുക. ഇപ്പം നമ്മൾ ഇന്നൊരു എക്സാം എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ അതിൽ തോറ്റുപോകും, അല്ലെങ്കിൽ ഈ ബിസിനസ് എനിക്കത് സക്സസ് ആവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്ത് കാര്യം ചെയ്താലും അതിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ വേണം, ആ ഒരു ആത്മവിശ്വാസത്തിൽ വേണം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രയത്നിക്കണം, അല്ലേ? ഇപ്പം എക്സാമിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തോക്കുമെന്ന് നമ്മൾ തോന്നാനുള്ള കാര്യം എന്താ? ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ 5, 6, 10 ദിവസം മുമ്പേ തന്നെ എല്ലാ സബ്ജക്റ്റും പഠിച്ചു തീർന്നതിന് ശേഷം ഈ ലാസ്റ്റത്തെ 10 ദിവസം എടുത്തു വെച്ച് ഇതെല്ലാം റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് ചുമ്മാ കുറച്ച് പൈസ എവിടെയെങ്കിലും കടം മേടിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് തുടങ്ങുക എന്നല്ലേ, അല്ലാതെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ യോജിക്കുന്ന തരത്തിലുള്ള ബിസിനസ് ആണോ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്? അതൊന്ന് ആലോചിക്കുക. ആ ഒരു ബിസിനസ് ചെയ്ത് നഷ്ടം വന്നവരോ പൂട്ടിപ്പോയവരോ ഏറ്റവും കൂടുതൽ സക്സസ്സിൽ നിൽക്കുന്ന ആളുകളെടുത്ത് ചോദിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മൾ അതിൽ നിന്ന് ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെടുത്ത് ചോദിക്കുന്നതായിരിക്കും. കാരണം അവർക്കായിരിക്കും ഒരുപാട് അനുഭവങ്ങളുള്ളത്. അവരുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതലുണ്ടാവുന്നത്. സക്സസ് ആയ ഒരാളെക്കാളും കൂടുതൽ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കാം നമുക്ക് കിട്ടുന്നത്. ഈ സക്സസ് ആയ ആൾ പോലും പലതവണ തോറ്റിട്ടായിരിക്കാം സക്സസ് ആയിരിക്കുന്നത്. അപ്പോൾ അവർക്കും ഉണ്ടാവും ഒരുപാട് കഥകൾ. അപ്പം നമ്മൾ ഒരാളെടുത്തും ഒരു റെഫറൻസും ഇല്ലാണ്ട് നമ്മളൊരു കാര്യം ചെയ്യരുത്. അപ്പോൾ ഈ നമുക്ക് ഓപ്റ്റിമിസ്റ്റിക് ആവുക എന്നുള്ളത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിനു മുന്നേ എടുത്തു ചാടാണ്ട് അത് ആലോചിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ചെയ്യുന്നതിന് മുമ്പ് എനിക്കിത് നടക്കത്തില്ല, എനിക്കിത് വർക്കാവത്തില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും വരത്തില്ല. നിങ്ങൾ ആവശ്യത്തിനുള്ള എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പ്രതീക്ഷയുള്ളവരായിരിക്കും. ആ പ്രതീക്ഷ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ് ആവുകയും ചെയ്യും. 3ാമത്തെ സ്റ്റെപ്പാണ് മാനേജ് നെഗറ്റീവ് തോട്ട്സ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ചില ആളുകളുണ്ട്, അവർ എപ്പം എന്ത് സംസാരിച്ചാലും അവർ നെഗറ്റീവായിട്ട് സംസാരിക്കുള്ളൂ. അതായത് ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചു, ഇനിയിങ്ങനെ വരത്തുള്ളൂ. നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതിയാൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞാനിപ്പോൾ തോക്കും ഇങ്ങനെയൊക്കെ പറയും. എക്സാമിന് നന്നായിട്ട് പഠിച്ച് ഞങ്ങളിങ്ങനെ റിവൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. എക്സാം ഹോളിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് പറയും ഞാനത് മറന്നു പോവോ, ഞാൻ പഠിച്ചത് മറന്നു പോവോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം നന്നായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കും. ആൻസർ എല്ലാം പറഞ്ഞൊരാളായിരിക്കാം, എന്നിട്ടും ആ കുട്ടിക്ക് ടെൻഷനാണ് എക്സാം ഹാളിൽ കയറുമ്പോഴത്തേന് ഞാനത് മറന്നു പോവോ. അങ്ങനെ അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്യണം. അതായത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് ഞാൻ പഠിക്കുന്ന സമയത്തുള്ളൊരു ഫ്രണ്ടാണ്. പക്ഷെ ഈ ഒരു സമയത്തും ആ 30s കഴിഞ്ഞിട്ട് ഈ ഒരു ഏജ് ആയിട്ട് പോലും പുള്ളിക്കാരിക്ക് ഇപ്പോഴും ലൈഫിൽ ആ ഒരു പേടി, അന്നത്തെ ആ ഒരു പേടി ഉണ്ടല്ലോ, ഇങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്. കല്യാണം കഴിച്ചിരിക്കുന്ന ആളുടെ വീട്ടിലും നല്ല ഫിനാൻഷ്യലി സെറ്റപ്പ് ആയിട്ടുള്ളൊരു ഫാമിലിയിലോട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആളുടെ വീട്ടിലും നല്ല ഫിനാൻഷ്യലി നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ആൾ. എങ്കിൽ പോലും ക്യാഷ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നെഗറ്റീവ് തോട്ട്സ്, എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഫാമിലിയും അയൽക്കാരും എല്ലാം പറഞ്ഞു വരുമ്പം എല്ലാവരും ഈ ഒരു ടൈപ്പ് ഓഫ് അവരുടെ ഇടയിൽ നിന്നാണ് നർച്ചർ ചെയ്ത് കൊണ്ടുവന്നത് ഈ കുട്ടീനെ. ആ കുട്ടി വളർന്നതേ അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ ഇടയ്ക്കാണ് ഈ കുട്ടി വളർന്നു വന്നത്. അത് തന്നെയാണ് ഈ കുട്ടിക്കും ഈ ഒരു സ്വഭാവമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ആ ഒരു സ്വഭാവത്തിന് മാറ്റം വന്നിട്ട് ഒരു ലൈഫിൻ്റെ അടുത്തൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇതുവരെ ഇതിന് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് ആ കുട്ടി ഇപ്പോഴും. ചിലർ പൈസ ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് ബുദ്ധിമുട്ടി അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് പൈസ ഉണ്ടായിട്ട് പോലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതല്ലാത്തതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു ഫാമിലിയാണ് കേട്ടോ. അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 14 കൊല്ലമായി, 14 yearsആയി. ഇതുവരെയായിട്ടും അവർക്ക് കുട്ടികളില്ല. അപ്പം എപ്പോഴും അതിന് ടെൻഷനാണ്. ഈ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന അതേ ടെൻഷൻ ഇപ്പോഴും ഉണ്ട് എല്ലാ കാര്യത്തിലും. പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴത്തേനും ആളെ 10 പേരെ കണ്ടു കഴിഞ്ഞാൽ അവരെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അവരിങ്ങനെ ചിരിക്കുന്നത് എന്താ, ഇനി എന്നെക്കുറിച്ച് വല്ല കുറ്റം പറഞ്ഞിട്ടാണ്, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഒരിക്കലും ഒരു നന്മയും കൊണ്ടുവരത്തില്ലെന്ന് മാത്രമല്ല നമ്മുടെ സമാധാനത്തിനെ കളയും. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ മെഡിറ്റേഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. മെഡിറ്റേഷൻ ടെക്നിക്സ് പലതുണ്ട്. ഏതെങ്കിലും ടെക്നിക്സ് നോക്കി പഠിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ പകൽ സമയത്ത് വെറുതെ കുറേ നേരം
നിങ്ങളുടെ കട്ടിലിൽ വെറുതെ നിങ്ങളുടെ ചോരയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കി അവിടെ ഒന്ന് വെറുതെ കിടന്നാൽ മതി, ബെഡിൽ ഇങ്ങനെ വെറുതെ കിടന്നാൽ മതി. ഞാൻ മെഡിറ്റേഷൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു ആ സമയത്തൊക്കെ. എനിക്കിങ്ങനെ ഒരുപാട് തോട്ട്സൊക്കെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പോയിന്റിലോട്ട് നോക്കി നമ്മളിങ്ങനെ വെറുതെ കിടക്കും, ഒന്നും ചിന്തിക്കേണ്ട, ഉറങ്ങുകയും വേണ്ട. നമ്മൾ ആ സമയത്ത് വെറുതെ കുറേ നേരം നിങ്ങൾക്ക് ഒരു ചിന്തകളും വരാണ്ട് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആദ്യമൊക്കെ പാടായിരിക്കും. കാരണം ഒരു മിനിറ്റിൽ തന്നെ 10,000 ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരും. പക്ഷെ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പം എല്ലാം ഒന്നും നമുക്ക് ഉടനെ ഒന്നും പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മുടെ ഒരു നിതാന്ത പരിശ്രമത്തിലൂടെ നമുക്കത് സാധ്യമാകും. അപ്പോൾ തുടക്കത്തിൽ അത് പറ്റിയില്ലെന്നുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ മാറ്റുക, പകരം പോസിറ്റീവ് തോട്ട്സ്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിലും, ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനാണ് താല്പര്യം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങളതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എനിക്ക് ഇങ്ങനൊരു ബിസിനസ്, എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനാണ്, ഒരു ഓർഗാനിക് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. അതായത് ഞാൻ തന്നെ കൃഷി ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓർഗാനിക് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യുക. അത് നടക്കത്തില്ല എന്ന് പറയുന്നതിന് വരെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ലോൺ കിട്ടാനൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വഴികളുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളത് ആരുടെടുത്തെങ്കിലും സംസാരിക്കുന്നതായിട്ടും പേഴ്സണൽ ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നതായിട്ടും അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. അത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതും, അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റും. നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് പലരെയും മനസ്സിലാക്കണം, ആരെ കൂടെ നിർത്താൻ പാടില്ല, അവരെ ഞാൻ കൂടെ നിർത്തുന്നതും, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഇരിക്കുന്നതും, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നതും, അങ്ങനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ നേരണം എന്നാണോ ആഗ്രഹിക്കുന്നത്, ഈ ആഗ്രഹങ്ങൾ നാളെ നടക്കാൻ പോകുന്നത് ഏത് രീതിയിലാണ് എന്നിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. പകരം ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം നിങ്ങൾ എടുത്ത് മാറ്റിയേക്കുക. എന്നിട്ട് അത് നടക്കാൻ പറ്റത്തില്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ അടുത്ത് പൈസ വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെയൊക്കെ നടക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക, നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. അപ്പം നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക. അതാണ് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ. 4ാമത്തെ സ്റ്റെപ്പാണ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗുഡ് പീപ്പിൾ, പോസിറ്റീവ് പീപ്പിൾ. അതായത് ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ഞാൻ വഴക്കൊന്നും ഇടാൻ നിന്നില്ല, നൈസായിട്ട് ഞാൻ അവരെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അതായത് എനിക്ക് അവരൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല, പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കും. നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ആളുകളുടെ ആ ടൈപ്പ് ഓഫ് ആളുകളുടെ കൂടെയാണ് നിങ്ങൾ കൂട്ടുകൂടുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫ് ഗ്രാജുവലി, നിങ്ങളുടെ ചിന്താഗതികൾ പോലും മാറി ഇന്നലെ വരെ ഒരു പ്രശ്നത്തിനോട് ഞാൻ ഇങ്ങനെയല്ലായിരുന്നല്ലോ പ്രതികരിച്ചിരുന്നേ, ഇപ്പം ഞാൻ നല്ല രീതിയിലോട്ട് മാറി എന്ന് നിങ്ങളോട് തന്നെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് തോന്നത്തക്ക വിധത്തിൽ അത്ര ചേഞ്ചസ് ഉണ്ടാവും ഞാൻ പറയുന്ന തരത്തിലുള്ള ആളുകളുടെ കൂടെയാണ് നിങ്ങൾ കൂടുന്നതുണ്ടെങ്കിൽ. അതായത് ഒരാളെ നിങ്ങൾ പരിചയപ്പെടുമ്പോഴത്തേന് അവർ സംസാരിക്കുമ്പോഴൊക്കെ അവരെന്ത് സംസാരിച്ചാലും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു രീതിയിൽ അവർ പറയത്തില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് നോക്കാം, നടക്കുമല്ലോ, അത് ചെയ്യാമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും നിങ്ങളിങ്ങനെ ബൂസ്റ്റ് ചെയ്യും. അവരും അങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ എല്ലാ കാര്യത്തിലും. ഇതില്ലേ, നമുക്കിപ്പോൾ ചെയ്യാം, നാളെ ചെയ്യാം, അത് ചെയ്തേക്കാം, കൈയോടെ ചെയ്തേക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ലൈഫിൽ അവർ പറയും, എനിക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഞാനിങ്ങനെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർ കുറച്ച് പൈസ തരും, ഇവിടെ നിന്ന് ഞാൻ കുറച്ച് പൈസയൊക്കെ റെഡിയാക്കിയിട്ട് ഈ ഒരു സെറ്റപ്പ് പ്ലാൻ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ച് അവരിപ്പോഴേ പറയും, അടുത്ത വർഷം അവരിതാണ് ചെയ്യാൻ പോകുന്നത്, ഇത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഞാൻ ഈ ഒരു പ്ലാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പം ഞാനത് ചെയ്യുകയാണ്, അപ്പോൾ ഇപ്പോഴേ അതിനോട്ടുള്ള വർക്ക് ചെയ്തു തുടങ്ങി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ സംസാരിക്കാനിരിക്കുമ്പോഴത്തേന് നിങ്ങളുടെ വേറൊരു സുഹൃത്തിനെ കുറിച്ചോ വേറെ ആളിനെ കുറിച്ചോ അവരെക്കുറിച്ചോ പറയുമ്പോഴത്തേന് അവരിങ്ങനെ നല്ല സക്സസ് ആയി, അവനെങ്ങനെ കിട്ടിയില്ലേ, അവനെന്തായാലും രക്ഷപ്പെട്ടു, അവനത്രയും അടിപൊളിയായി, അവൻ്റെ ലൈഫൊക്കെ അടിപൊളിയായി, ഇന്നലെ വരെ നമ്മളോട് കളിച്ചു നടന്നേലടാ, എന്തുവാടാ അവൻ രക്ഷപ്പെട്ടല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പം അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഈ കൂടിരിക്കുന്ന ആൾ എന്തായിരിക്കും പറയുന്നത്, 2 തരത്തിൽ പറയാനുള്ള ആൾക്കാരുണ്ട്. ഒരാൾ പറയും, ശരിയാടാ അവൻ എങ്ങനെ ഇത്ര സക്സസ് ആയി, നമുക്കൊന്നും അറിയണമല്ലോ, നമുക്ക് അവനോടൊന്ന് വിളിച്ച് ചോദിക്കാം, നമുക്കൊരു പാർട്ടിയൊക്കെ സംഘടിപ്പിച്ചാൽ അവരോട് ചോദിക്കാം, അപ്പോൾ അവനും പറഞ്ഞു തരുമല്ലോ, ആ ഐഡിയൊക്കെ വെച്ച് നമുക്കും നമ്മുടെ ലൈഫൊക്കെ ഒന്ന് സെറ്റപ്പാക്കി എടുക്കാമല്ലോ എന്ന് പറയുന്ന കൂട്ടുകാരുണ്ടായിരിക്കും. അവനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം അവനെപ്പോഴും
നെഗറ്റീവ് അല്ല ചിന്തിക്കുന്നത്. ശരി, അവൻ്റെ കയ്യിൽ അവൻ്റെ സക്സസ്സിന് എന്തോ ഒരു കാര്യമുണ്ട്, അത് നമുക്കും പഠിക്കാം, അപ്പം നമുക്കും രക്ഷപ്പെടാം. പക്ഷേ വേറൊരു തരത്തിലുള്ള ആളുകളുണ്ട്, അവരെന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്, അവിടെ അതൊക്കെ അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടം പോലെ സ്വത്തുണ്ട്, അതൊക്കെ അവന് അങ്ങനെ കിട്ടിയതാണ്, അല്ലാതെ അവൻ്റെ കഷ്ടപ്പാടുകൊണ്ടൊന്നുമല്ല. നമുക്കെന്താ, നമ്മുടെ അപ്പനും അമ്മയും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, നമുക്ക് അവനെ പോലെ ഒന്നും ആവാൻ പറ്റില്ല, ആന വാ വിളിക്കുന്നതാണ് കണ്ണാനും വാ വിളിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇവന് രക്ഷപ്പെടണമെന്നൊരു ചിന്ത കാണത്തില്ല. ഈ പറയുന്നവന്, ഇപ്പം ഈ പറഞ്ഞവന് ഞാൻ രക്ഷപ്പെടണം എന്നൊരു ചിന്തയില്ല. ഞാനും എൻ്റെ കൂട്ടുകാരും എനിക്കിങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടന്നാൽ മതി. അവൻ സക്സസ് ആയോ, അവനെന്താ കള്ളപ്പണം കിട്ടിയതാണ്. ചില ആൾക്കാരുണ്ട്, ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ നാട്ടിലെ മുതലാളികളൊക്കെ ഉണ്ടെങ്കിൽ പറയും, ആ കഥയൊക്കെ എനിക്കറിയാം, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇതിലേ കൂടി ഇങ്ങനെ വലിയ ലോറി പോയി, അതിനകത്ത് നിറച്ച് കള്ളപ്പണം ഉണ്ടായിരുന്നു, ഈ കള്ളപ്പണം കിട്ടിയിട്ടാണ് അവർ ഇത്രയും പൈസയ്ക്ക് പോയി വലിയ മുതലാളിയായത് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഇവർ സക്സസ് ആയ ആളെ അവരെങ്ങനെ അത് നേടി, നമുക്കും അതിനകത്തുനിന്ന് എന്തെങ്കിലും നേടാൻ പറ്റുമോ, നമുക്കും അവരുടെ ട്രിക്ക് പഠിച്ചാൽ നമുക്കും ഇതിനൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരാണ് എനിക്ക് രക്ഷപ്പെടണം, ഞാൻ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, അവനും രക്ഷപ്പെടത്തില്ല, മറ്റൊരാൾ രക്ഷപ്പെട്ട ഒരാളെ അംഗീകരിക്കത്തുമില്ല. അവനെന്നും അതേ രീതി ആ കുഴി തന്നെ കിടക്കും. അവൻ്റെ കൂടെ അതും വിശ്വസിച്ച് നടക്കുന്നവർ ആ കുഴി തന്നെ പെട്ടുപോകും. അവനെ വിട്ടിട്ട് നമ്മൾ ഇതൊന്നും അല്ല, നമ്മൾ അവൻ രക്ഷപ്പെട്ടേന് അവൻ്റെ കഠിനാധ്വാനമുണ്ട്, അവനെന്തെങ്കിലും കാര്യമുണ്ട്, അവന് പൈസ ചിലപ്പോൾ അവൻ്റെ വീട്ടുകാർക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ട്, കുറച്ചൊക്കെ അവനെ ഹെൽപ്പ് ചെയ്തായിരിക്കും. പക്ഷെ എന്നാലും ഇത്രയും വലിയ സക്സസ് എത്തണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് എന്തുവെന്ന് നമുക്കൂടെ പറഞ്ഞു തന്നെങ്കിൽ, അപ്പം അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ കൂട്ടുവിടുക. ഒരിക്കലും ഈ രണ്ടാമത് പറഞ്ഞ തരത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവർ മറ്റൊരാളുടെ നന്മ അവർക്കുണ്ടായത് ഇവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് പാരമ്പര്യമായിട്ട് എൻ്റെ അപ്പനും അമ്മയൊന്നും എന്നും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ജോലി ചെയ്താണ് അവർക്കും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, അപ്പനും അമ്മയ്ക്കും ഒക്കെ രോഗമാണ്, അവരുടെ രോഗത്തിനൊക്കെ ഞാൻ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, മറ്റവനുണ്ടോ അവനൊന്നും കൊടുക്കുകയൊന്നും വേണ്ട, അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ പൈസ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അവന് വെച്ച് സമ്പാദിക്കുന്ന പൈസ മുഴുവനും അവൻ്റെ കയ്യിലുള്ളതാണ്, കൂടാതെ ഫാമിലി തന്നതും ഒക്കെ ഉണ്ട്, നമുക്കതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അവരെപ്പോഴും എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഞാൻ രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചിട്ട് അത് രക്ഷപ്പെടാൻ എന്ത് വഴിയുണ്ടാവും എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയില്ല. അവരുടെ ലൈഫ് നിങ്ങൾ നോക്കിയാൽ കാണുമായിരിക്കും, ഒരു ഓർഡറും ഉണ്ടാകത്തില്ല. ഒരു വീട്ടിലേക്ക് എന്ത് സാധനം വേണം എന്ന് പോലും ചിന്തിച്ച് ആവശ്യത്തിനുള്ളത് വാങ്ങി വെക്കാനും അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കാനും അതുപോലും അറിയത്തില്ല. അവരുടെ ലൈഫിൽ ഫുള്ള് ഡിസോർഡർ ആയിരിക്കും, എല്ലാം ഡിസോർഡറായിട്ടായിരിക്കും അവരുടെ ലൈഫ് ഫുള്ള് കിടക്കുന്നത്. അത് കണ്ടറിഞ്ഞ് നേരെ ചൊവ്വേ ജീവിക്കാൻ അവർക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ കൂട്ടുകൂടേ ചെയ്യരുത്. നമ്മൾ കൂടുന്ന ആൾക്കാരെ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണോ അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വേവ് ലെങ്ത്തിന് പറ്റിയ കൂട്ടുകാരുമായിട്ടായിരിക്കും നമ്മൾ കൂട്ടുകൂടുന്നത്. ആ കൂട്ടുകാരുടെയൊക്കെ പോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ളവരായിരിക്കും ആ ഒരു രീതിയിലായിരിക്കും നമ്മളെയും ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒരു പരിധി വരെ നമ്മളെ എങ്ങനെ ആയി എന്ന് അവർ ജീൻ വഴിയും പിന്നെ അവർ വീട്ടിൽ നിന്ന് ശിക്ഷണമൊക്കെ നമ്മൾ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ പോലും നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ടാണല്ലോ ഇടപെടുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് അതുപോലെ ഒന്ന് ശ്രദ്ധിക്കാം. അവരെ പുറകെ നടന്ന് പോലീസുകാരെ പോലെ വാച്ച് ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ ഒന്ന് നോക്കുക, നമ്മുടെ മക്കളും കൂട്ടുകൂടുന്നത് നല്ല നല്ല കൂട്ടുകാരുടെ കൂടെയാണോ. ഇപ്പോൾ ഓരോ അതിക്രമങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ആ കൂട്ടത്തിൽ നിന്ന് കൂടുമ്പോഴത്തേനാണ് പല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പല കൂട്ടുകാരും അവരിൽ നിന്നും അവരെ ഇമിറ്റേറ്റ് ചെയ്യാനും അവരെ പോലെ സംസാരിക്കാനും. നമ്മൾ ചില ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ നാൾ കൂടുമ്പം കുറച്ച് കഴിയുമ്പോൾ അവരുടേതായ ചില സ്ലാങ്ങുകൾ വരെ നമുക്ക് പെട്ടുപോകും അല്ലേ. അതൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പം നമുക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ തിരിച്ചറിയുക, നല്ല നല്ല ആൾക്കാർ, പോസിറ്റീവ് ആളുകളുടെ കൂടെ കൂട്ടുവിടുക, നെഗറ്റീവ് ആളുകളെ മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കാനായിട്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കുട്ടികൾക്ക് അത് അറിയില്ല, കുഞ്ഞു കുട്ടികളാണ്, അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ തന്നെ ഇപ്പോഴേ പരിശീലനം കൊടുക്കുക. എന്ന് വെച്ചാൽ അവരെ പുറകെ ഇടുന്നിട അവർ നിൻ്റെ ഫ്രണ്ട് കൊള്ളത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് വാശി കൂടും. അവർക്ക് പിന്നെ ആ ടൈപ്പ് ഓഫ് കുട്ടികളെടുത്ത് കൂട്ടുകൂടാനായിരിക്കും അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് പിള്ളേരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളാണെങ്കിലും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പാണ് എംബ്രേസ് ഫെയില്യൂർ ആസ് എ ലേണിംഗ് ടിപ്പ്. അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് അതിനെ നമ്മളിങ്ങനെ പഠിക്കാൻ നമുക്ക് ജീവിതം തന്നൊരു അവസരമായിട്ട് കണക്കാക്കുക.
അല്ലാതെ ഇതെല്ലാം പോയി, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ഓർത്ത് മരിക്കാൻ പോകാനും, പിന്നെ വെള്ളം ഒടിച്ച് ബോധമില്ലാതെ നടക്കാനും, പിന്നെ അല്ലെങ്കിൽ കൂടെ നിന്നവരെയൊക്കെ അവർ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പഴി പറഞ്ഞുകൊണ്ടിരിക്കാനും, അതിനകത്തൊന്നും അറ്റ് ദ വെരി എൻഡ് ഇതിനകത്തൊന്നും ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അത് പൊട്ടിപ്പോയിട്ടാണെന്നുണ്ടെങ്കിലും, ഒരു പ്രേമബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ബ്രേക്കപ്പായി, നമ്മുടെ കാരണം കൊണ്ടല്ല, ആ ആൾ നമ്മളെ ഒരു കാരണമില്ലാതെ വിട്ടിട്ട് പോയി, അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്താണോ ആ വിഷമം ഉണ്ടായ സാഹചര്യം, ആ സാഹചര്യം അതങ്ങ് ലൈഫിൻ്റെ എൻഡാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ കേട്ടിട്ടുള്ള ആ കാര്യമുണ്ടല്ലോ, ഈ നിമിഷവും കടന്നു പോകും. നമ്മൾ എത്ര സന്തോഷത്തിരുന്നാലും എത്ര സങ്കടപ്പെട്ടിരുന്നാലും, ഇപ്പം നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്നൊരു നിമിഷമാണെങ്കിൽ പോലും, അങ്ങേറ്റം മനസ്സിന് സഹിക്കാൻ പറ്റാത്ത വേദന ഉള്ളൊരു അങ്ങനെ ഒരു നിമിഷമാണെങ്കിൽ പോലും, ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അത്രയും കഷ്ടപ്പെട്ടൊരു ഷിഫ്റ്റ് ആണെങ്കിൽ പോലും ആ നിമിഷം കടന്നു പോകും. നമ്മുടെ ഷിഫ്റ്റ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാം. നമ്മുടെ പണി തീർന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറുടെ അധികം ഇരുന്ന് ചിലപ്പോൾ നമ്മൾ ആ പണി തീർത്തിട്ട് പോകേണ്ടി വരും. എന്നാലും ആ ദിവസം കടന്നു പോകും. പിന്നെ അടുത്ത ദിവസം അതുപോലെ ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എല്ലാ കാര്യങ്ങളും അതുപോലെ കാണുക. ഈ നിമിഷം കടന്നു പോകും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഫെയില്യൂറിനെ നമ്മൾ സക്സസ് ആക്കാൻ, അല്ലെങ്കിൽ അത് നമുക്കൊരു ലേണിങ്. ഇനി ഈ മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല, ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്കിത് വന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് BSc നഴ്സിംഗ് പഠിക്കുന്ന നാട്ടിൽ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി എന്നെക്കാളും 2 വയസ്സിന് ഇളയതാണ് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മോനായിട്ടാണ് ഞാൻ പോസ്റ്റ് BSc പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൽ ഒരു കുട്ടി, അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവളൊരു റിലേഷൻഷിപ്പിലാണ്. അപ്പം അവളുടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു വ്യക്തിക്ക് അവളുടെ കയ്യിൽ കിടന്നൊരു ചെയിൻ ഉണ്ടല്ലോ, ചെയിൻ അവൾ കൊടുത്തു. പുള്ളി എന്തോ ഫിനാൻഷ്യലി എന്തോ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പുള്ളി പൈസ ആവശ്യപ്പെട്ടപ്പോൾ, മുമ്പ് പലതവണ ഇവൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഈ സ്വർണം കുറച്ച് അത്യാവശ്യം കൂടുതൽ വന്നപ്പോൾ ഈ സ്വർണം കൊടുത്തു. ഇത് ആരും അറിഞ്ഞിട്ടൊന്നുമില്ല, ആരോടും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇവളിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുക. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് വേറെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വേറെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ കുറച്ച് പേരുള്ള ബാച്ചിൽ. അപ്പോൾ അതിൽ ഒരു കുട്ടി, അപ്പോൾ അവളിങ്ങനെ ഭയങ്കരമായിട്ട് കരയുമല്ല, അവൾ ഭയങ്കര വിഷമിച്ചിരിക്കുക. എനിക്കെന്തോ ഫേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വിഷമമുണ്ട്. അപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സംഭവം ഇതാണ്, പുള്ളി കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി 2 അവധി പറഞ്ഞു. 2 അവധി പറഞ്ഞിട്ട് ഇപ്പോൾ 3ാമത്തെ അവധി പറഞ്ഞു. ഇന്നലെ തരാമെന്ന് അങ്ങോട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പുള്ളി വിളിച്ചിട്ട് കിട്ടുന്നില്ല. പുള്ളി സ്വിച്ച് ഓഫ് ആണ്. ഫോണിൽ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് ഒന്നും പറയാനൊക്കെ ഇല്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. കാരണം വീട്ടിൽ നിന്ന് ആദ്യം ചോദിച്ചപ്പം ചെയിൻ ഊരി വെച്ചേക്കുമെന്ന് പറഞ്ഞ്, ഇന്ന് രാവിലെ അമ്മ വരാൻ നേരത്ത് പറഞ്ഞ് വൈകിട്ട് വരുമ്പോൾ എവിടെ ഊരി വെച്ചെന്ന് വെച്ചാൽ എടുത്തു തരണം. അമ്മ പേടിച്ചു, ഇനി കളഞ്ഞു പോയോ, കളഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന്. അപ്പം കളഞ്ഞു പോയെന്ന് പറഞ്ഞാൽ മതിയായിരിക്കും, പക്ഷേ ആൾക്ക് മനസ്സിൽ ഭയങ്കരമായ വിഷമം. ഈവൻ എടുക്കുന്നില്ലല്ലോ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഇന്നെന്തായാലും വൈകിട്ട് ചെയിൻ കാണിച്ചേ പറ്റുള്ളൂ. അലമാരി ഊരി വെച്ചേക്കുമെന്ന് ഓൾറെഡി അമ്മ എടുത്ത് പറയുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ പ്രശ്നം, കളഞ്ഞു പോയെന്ന് അമ്മ എടുത്ത് പറ, തൽക്കാലം എന്താ പ്രശ്നം, കളഞ്ഞു പോയെന്ന് പറഞ്ഞാൽ മതി. അല്ല അങ്ങനെയല്ല, അമ്മ വഴക്ക് പറയും. കാരണം ഇതിപ്പോൾ 2-3 തൊട്ടായി, മുമ്പേ ഇതിനൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇനി കളഞ്ഞെന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, ഓക്കെ ശരി, നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് പൈസ വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ അത്രയും വലിയ എമൗണ്ട് ഒന്നും എൻ്റെ അടുത്തില്ല, കുറച്ച് പൈസ വേണമെങ്കിൽ ഞാൻ തരാം, നിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം കോളേജിൽ ഞങ്ങൾക്ക് ഇനി അടുത്ത ഒരു സൈക്കാട്രിക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഊളംപാറയിലാണ്, ട്രിവാൻഡ്രം ഊളംപാറയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറച്ച് പൈസ പേ ചെയ്യണമായിരുന്നു. അപ്പം അതിന് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അടച്ചോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ, നീ ആ പൈസ മേടിക്ക്, നമുക്ക് കുറച്ച് സമയം അധികം ഉണ്ടല്ലോ, നമുക്ക് അപ്പോഴേക്ക് ആ പൈസ മേടിച്ചിട്ട് തൽക്കാലം ഞാൻ തരുന്ന പൈസയും കൂടി ചേർത്തിട്ട് നീ അത് എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോന്ന് ചോദിച്ചു. അത് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒരു മെസ്സേജ് അയക്ക്, ഞാൻ അവിടെ പോയി എടുക്കാൻ പോവുക, കാരണം വെച്ച ആൾ തന്നെ ചെല്ലണമല്ലോ. അപ്പോൾ മെസ്സേജ് അയക്കി, പുള്ളി കാണുവാണെങ്കിൽ നോക്കട്ടെ, ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെങ്കിലോ. നീ അവൾ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു വഴക്കിടാൻ നിൽക്കണ്ട, കാരണം സാധനം നമ്മുടെ കയ്യിൽ കിട്ടണ്ടേ. അങ്ങനെ അവൾ വഴക്കിടാൻ നിന്നില്ല, മെസ്സേജ് അയച്ചു. മെസ്സേജ് എപ്പോഴോ ഓൺ ചെയ്തപ്പോൾ പുള്ളി അത് കണ്ടിട്ട് പുള്ളി അപ്പം തിരിച്ചു വിളിച്ചു. ഞാൻ എന്തോ ഇതൊക്കെയാണ്, പുള്ളി എന്തൊക്കെയോ കള്ളത്തരമൊക്കെ പറഞ്ഞു. സംഭവം പുള്ളിക്ക് ഇത് എടുത്തു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി ഫോൺ എടുക്കാതെയാണ്. എനിവേ അവൾ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെട്ട് എവിടെ എടുത്തെന്ന് വന്ന് പൈസ റെഡിയാക്കിയിട്ടുണ്ട്, വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പൈസയായിട്ട് പുള്ളിയായിട്ട് പോയി ഈ സാധനം എടുത്തു. അതിനുശേഷം അവരവിടെ ബ്രേക്കപ്പായി. കാരണം ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് പിന്നീട് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അവളപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മഞ്ജു, നീ ഇത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും
മരിക്കണമെന്നാണെന്ന് ചിന്തിച്ചത്. അത് എന്തിനൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഈ ഒരു നിസ്സാര കാര്യത്തിന്. പക്ഷെ അത് നിസ്സാര കാര്യം ചിലപ്പോൾ എനിക്കത് നിസ്സാര കാര്യമായിട്ട് തോന്നിയായിരിക്കാം. ചിലപ്പോൾ അവളെ സംബന്ധിച്ച് അവൾ സ്നേഹിച്ച് വിശ്വസിച്ച ഒരാൾ ചതിച്ചു അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. അവൾ എന്തായാലും മരിക്കണമെന്ന് ചിന്തിച്ചതാണ്. പക്ഷേ ഈ ഒരു കാര്യം എന്ത് സൊല്യൂഷൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റാതിരുന്നൊരു സാഹചര്യത്തിൽ ആ പൈസ റെഡിയായി. ശരി, ആ വീട്ടിൽ നിന്ന് വന്ന പൈസയാണെങ്കിലും അവൾക്കിനി പൈസ ഉണ്ടാക്കണം കേട്ടോ. മറ്റേ പോസ്റ്റിങ്ങിന് അടയ്ക്കാനുള്ള ആ പൈസയാണ് കൊടുത്തത്. ആ പൈസ എടുത്തിട്ടാണ് ഇപ്പോൾ സ്വർണ്ണം എടുത്തിരിക്കുന്നത്. പക്ഷെ അതിനുള്ള പൈസ വേറെ റെഡിയാക്കണം. അതിപ്പോൾ കൂട്ടുകാരെടുത്ത് ആരെടുത്തേലും കുറച്ച് നാളത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ഇനിയും കോഴ്സ് ചെയ്യാൻ ഇനി 1 വർഷം കൂടി ഉണ്ട്. കുറച്ചായിട്ട് എല്ലാവർക്കും തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. അതിന് മാർഗ്ഗമുണ്ട്. അതിനുവേണ്ടി നമ്മൾ മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എനിവേ അവൾ പറഞ്ഞു, ആ ഒരു വലിയൊരു പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് അതിനെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മരിക്കണമെന്ന് വരെ ചിന്തിച്ചു പോയൊരു വിഷയമാണ്. പക്ഷെ അത് പെട്ടെന്ന് അത് സോൾവ് ആയപ്പോൾ എനിക്കൊരു വലിയൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത പോലെ. അപ്പോൾ അവൾക്ക് ആ ബ്രേക്കപ്പിൻ്റെ വിഷമവും എല്ലാം അവൾ മറന്നു. അതിനപ്പുറം അവൾക്കൊരു സന്തോഷം തോന്നിയത് ഒരു വലിയ പ്രോബ്ലത്തിനെ അവൾ സോൾവ് ചെയ്തൊരു സന്തോഷം അവൾക്ക് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് അത് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്കും കൊള്ളാലോ, അത് ശരിയാണല്ലോ, ഒരു പ്രോബ്ലം സോൾവിങ്. അപ്പം അങ്ങനെ നിങ്ങൾ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളതിനെ പല രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളെടുത്ത് അത് ഷെയർ ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കുഞ്ഞു പ്രോബ്ലത്തിനെ പോലും നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ അത് ഉണ്ടാക്കും. ഇങ്ങനെ മധുരം കഴിക്കുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നത്. നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രശ്നം എന്ന് നമുക്ക് തോന്നിക്കുന്നൊരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയ നമ്മുടെ ഒരു ആക്ട് കൊണ്ട് അതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അതും നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കും. നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ അത് കൂട്ടും. പിന്നെ എത്ര വലിയ പ്രശ്നം വന്നാലും ഇതൊക്കെ എനിക്ക് ഫേസ് ചെയ്യാം. നിങ്ങൾ മരണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കത്തില്ല. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് ചേർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മുടെ 5ാമത്തെ ഒരു അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഫെയിലിയറിനെ അത് നമ്മുടെ എൻഡായിട്ട് കാണാണ്ട് അതിനെ ഒരു ലേണിംഗ് ടിപ്പായിട്ട് നിങ്ങൾ എടുക്കുക. 6ാമത്തെ സ്റ്റെപ്പാണ് ബി കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മളോടും നമ്മൾ എമ്പതറ്റിക് ആയിരിക്കണം, മറ്റുള്ളവരോടും നമ്മൾ എമ്പതറ്റിക് ആയിരിക്കണം. എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു കുട്ടി, ഒരമ്മയില്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ ഓൾറെഡി മരിച്ചതാണ്. നമ്മളെ കൺമുന്നിൽ ആ ഒരു മരണം നമ്മൾ അറിയാണ്. കുട്ടീനെ ഇനി നോക്കാനായിട്ട് ആരുമില്ല എന്ന ഒരവസ്ഥയിൽ വരുമ്പം 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ പറയും, അയ്യോ കഷ്ടം, എന്തൊരു അവസ്ഥയാണല്ലേ ആ കുട്ടിയുടെ എന്നവർ പറഞ്ഞിട്ട് അവർ പിന്നെ അവരുടെ വഴിക്ക് പോകും. ഡെയിലി അവരുടെ നോർമൽ റുട്ടീനായിട്ട് അവർ ഈ കാര്യം മറന്നേ പോകും. 2ാമത്തെ ഒരു തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ നമുക്ക് വിഷമം തോന്നിയിട്ട് അതിനെന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ പറയുന്ന ആളുടെ കയ്യിൽ കുറേ പൈസ എടുത്ത് ആ കുട്ടിക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക നില ചിന്തിക്കുന്ന ആൾക്ക് ഇല്ലെങ്കിൽ പോലും ആ ആളെന്ത് ചെയ്യും, കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകളിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്ത് ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് സംഭാവനയൊക്കെ സ്വീകരിച്ച് അതിന് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഫാമിലിയോ അങ്ങനെ എന്തെങ്കിലും ട്രസ്റ്റുകളുടെ കീഴിലോട്ട് അങ്ങനെ ആക്കി കൊടുക്കുകയോ അങ്ങനെ അതിൻ്റെ ലൈഫിലേക്ക് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യത്തിനൊരു ഹെൽപ്പ് കൊടുക്കുകയും ചെയ്യുന്ന അവരാണ് എമ്പതറ്റിക് എന്ന് പറയുന്നത്. അപ്പം ആദ്യം അയ്യോ പാവം എന്ന് തോന്നിയിട്ട് അതും പറഞ്ഞിട്ടങ്ങ് പോയ ആൾക്കാരെ അവർ സിമ്പതി മാത്രമേ കാണിച്ചോളൂ. പക്ഷെ നമ്മൾക്ക് സിമ്പതി അല്ല വേണ്ടത്, നമുക്ക് എമ്പതിയാണ്. എല്ലാവർക്കും എമ്പതി അവരവരോടില്ല കേട്ടോ. ചില ആൾക്കാർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയാലും ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ജീവിക്കാൻ യോഗ്യല്ല, എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടാൻ പാടില്ല, മറ്റുള്ളവർ എനിക്ക് തരുന്ന സ്നേഹത്തിനൊന്നും ഞാൻ അർഹയല്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്, ഞാൻ മാത്രമാണ് വലുത്, ഞാൻ മാത്രം ചെയ്യുന്നതാണ് വലിയ കാര്യങ്ങൾ, മറ്റുള്ളവർ അവരുടെ നല്ല കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കത്തില്ല. അവർക്കൊരു സക്സസ് ഉണ്ടായെങ്കിൽ അത് ചിലപ്പം അവരുടെ കഠിനാധ്വാനം കൊണ്ടല്ല, അവരുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്ന് ഈ പറയുന്ന ആൾക്കാരുണ്ട്. അതായത് അവരുടെ സക്സസ്സിനെ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നില്ല. അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാലും പറയും അവർ ചെയ്ത പാപങ്ങളുടെ ഫലമാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും അവരവരോടും ഒന്ന് എമ്പതറ്റിക് ആയിട്ടിരിക്കുക, മറ്റുള്ളവരോടും എമ്പതറ്റിക് ആയിട്ടിരിക്കുക. നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് ആരെയും ഒന്ന് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കുക. ചില സമയത്ത് നമുക്ക് ഉപദ്രവിക്കാണ്ടിരിക്കുക മാത്രമല്ല, നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്നവരിലേക്ക് നമ്മളൊന്ന് ആ സഹായം ഒന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്കും ചില സമയത്ത് നമുക്ക് പൈസയായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരാൾ വിഷമിക്കുന്ന അവരുടെ വിഷമം എന്തുവാന്നൊന്ന് കേട്ടിരുന്നാൽ മാത്രം മതിയായിരിക്കും. കേട്ടിട്ട് പോട്ടടാ, സാരമില്ലടാ, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്, ഇതിന് വലിയ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട്, നമ്മളോട് ക്ഷമിച്ചില്ലേ പിന്നെ ആര് നമ്മളോട് ക്ഷമിക്കുന്നത്.
പോട്ടെ സാരമില്ല, ഇപ്പം എനിക്കൊന്നും നീ ചെയ്ത വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നൊരാളെ തോളെ തട്ടി നമുക്ക് പറയാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളോടും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അറിയാതൊരു മിസ്റ്റേക്ക് സംഭവിച്ചു പോകുമ്പം വേറൊരാളെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോട്ടെ സാരമില്ല, നീ അറിയാണ്ട് പറ്റിയതല്ലേ, നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ എന്ന് നമ്മളോടും തന്നെ പറയാൻ പറ്റണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു വേൾഡിൽ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം തളർന്നു പോവും, ലൈഫ് ഇവിടെ സ്റ്റോപ്പ് ഇട്ടേക്കാം എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും, നമ്മൾ എമ്പതറ്റിക് അല്ലാന്നുണ്ടെങ്കിൽ. 7ാമത്തെ സ്റ്റെപ്പാണ് സ്റ്റേ പ്രസൻറ്റ്. എങ്ങനെയാണ് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ ഒരു ചായ കുടിക്കുകയാണ്, ചായ കുടിക്കുന്ന സമയത്ത് ധൃതി പിടിച്ച് എന്തെങ്കിലും 100 കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയല്ല. ആ ചായ ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഒന്ന് ഊതി നല്ല ചായയുടെ രുചിയൊക്കെ ഒന്ന് അറിഞ്ഞ് നല്ല സന്തോഷത്തിൽ അതിനെ നോക്കിയിരുന്ന് കുടിക്കുക. ഒരു മഴ, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, നമ്മുടെ ഇറമ്പത്തിങ്ങനെ ഇരിക്കുകയാണ്, മഴ പെയ്യുന്നത് കാണാം. അപ്പം മഴയെ നമ്മൾ ആസ്വദിക്കുക. ഒരു സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഫോണിൽ കുത്തിയിരുന്ന് അല്ലെങ്കിൽ വേറെ ഫോണും ഒക്കെ ചെയ്തിരുന്ന് അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ആ സിനിമ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ സിനിമ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നോക്കിയിരുന്ന് അതിൽ വേറെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അതിൽ എൻജോയ് ചെയ്തിരിക്കണം. അതിനൊക്കെ ഒരു ബുക്ക് വായിക്കപ്പെടും. ആ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ 100 കാര്യങ്ങൾ ചിന്തിച്ച് വേറെ ആളിനോട് ഫോൺ ചെയ്തിരുന്ന് നമുക്ക് ബുക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഒരു സമയം നമ്മൾ മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയും. മൾട്ടി ടാസ്കിങ് പറയുമ്പോഴും നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കുറേ നാൾ കഴിയുമ്പോൾ അത് കുറഞ്ഞു പോകും. ഞാനിങ്ങനെ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തന്നെ മനസ്സിലായി ചെയ്യുന്ന കാര്യങ്ങൾ അത്രയേറെ പെർഫെക്ഷനോടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അതെന്ന് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷനും അറ്റൻഷനും ഒക്കെ കുറയ്ക്കുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ നിർബന്ധമായിട്ട് മാറ്റൊരു കാര്യമാണ്, ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടിരുന്നേ കഴിക്കാൻ പറ്റുള്ളായിരുന്നു. അത് മാറ്റി, ആ ശീലം ഞാൻ നിർബന്ധമായിട്ട് മാറ്റി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ല വൃത്തിയായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോരുത്. ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ചെയ്യുക. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും TV കാണുമ്പോഴാണെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ആ ആൾക്ക് തോന്നണം നമ്മൾ അയാളെ ഹൃദയം തുറന്ന് കേൾക്കുകയാണെന്നുള്ളത്. നമ്മളങ്ങനെ അവരെ നോക്കിയിരുന്ന്, അവരെ കണ്ണി നോക്കിയിരുന്ന് അവർ വിഷമത്തോടെയാണ് പറയുന്നതെങ്കിൽ സന്തോഷത്തോടെ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് നിറഞ്ഞ മനസ്സോടെ കേൾക്കുക. എന്നാലേ നമ്മളെ കേൾക്കാനും മറ്റൊരാളും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ. അടുത്ത സ്റ്റെപ്പാണ് കൾട്ടിവേറ്റ് സെൽഫ്. കൾട്ടിവേറ്റ് സെൽഫ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലെ നമ്മളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്? ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് എല്ലാം അവൈലബിൾ ആണല്ലേ. ChatGPT ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാം, വായിക്കാം, ക്രിയേറ്റീവായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കഥ എഴുതാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എഴുതാം, അതിനെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇന്നത്തെ പ്ലാറ്റ്ഫോമിൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഓരോരോ സ്കിൽസിനെ നമുക്ക് പഠിച്ചു കൊണ്ടുവരാം. നമുക്ക് മലയാളം കേട്ട് ആണ് നമ്മൾ വളർന്നത്, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു, ഹിന്ദി പഠിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. അതല്ല നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കാം. നിങ്ങളുടെ നിങ്ങൾക്ക് വീട്ടിലൊന്ന് പെയിൻ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തനിയെ നിങ്ങളുടെ റൂമിൽ മാത്രം, നിങ്ങളുടെ ഒരു റൂമിൽ ഒരു ഒറ്റ വാളിൽ മാത്രം ഒന്ന് അടിച്ചു നോക്കുക. തെറ്റിപ്പോയിക്കോട്ടെ, നിങ്ങളുടെ റൂമല്ലേ, നിങ്ങളുടെ വീടല്ലേ, കുഴപ്പമൊന്നുമില്ല, ആരും നിങ്ങളൊന്നും പറയാൻ പോകുന്നില്ലല്ലോ. ഒന്ന് അടിച്ചു നോക്കുക. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നും. നമ്മുടെ വീടൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് അലങ്കരിച്ച് കഴിയുമ്പോൾ. ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഇനിഷ്യൽ വീഡിയോസ് നിങ്ങൾ കാണുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ആണ്. എടുത്ത് നോക്കുമ്പോൾ ഞാൻ എന്താണ് ഞാൻ ചെയ്തത്? ചിലപ്പോൾ എഡിറ്റ് പോലും ചെയ്യേണ്ട. അന്ന് എഡിറ്റിംഗ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ ചെയ്യാനായിട്ട്. എഡിറ്റ് ചെയ്ത വീഡിയോ ഞാൻ എങ്ങനെയൊക്കെയോ iMoviesൽ കയറി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ഗാലറിയിൽ സേവ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഗാലറിയിൽ സേവ് ആവാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലംസ് കാരണം ഞാൻ എഡിറ്റ് ആക്കാത്ത വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ആക്കിയത്. ആകെപ്പാടെ പ്രശ്നം. എന്ത് കാര്യമാണെങ്കിലും നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളതിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത് മനസ്സിലാവും. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കുമ്പം ഭയങ്കര പൊട്ടായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര കേമമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഒരുപാട് വ്യത്യാസം വന്നു കേട്ടോ. ഞാൻ അന്ന് ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാളും പിന്നെ ഓരോരോ വീഡിയോ ഗ്രാജുവലി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ മറ്റേതിങ്ങനെ ഏച്ച് കെട്ടി മുഴച്ചിരിക്കുന്ന പോലെയായിരുന്നു സംസാരിക്കുന്നതൊക്കെ, കഥ പറയുന്ന പോലെ ഇങ്ങനെ എന്തോ വന്നിങ്ങനെ അങ്ങനെയൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ നാച്ചുറലി സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പടം വരയ്ക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും ആപ്പുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഗ്രിഡ് ഇട്ട് അതിനകത്ത് നമ്മുടെ നമുക്ക് ഫോട്ടോ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഗ്രിഡ് ഇട്ട് അതിനകത്ത് നോക്കി ഗ്രിഡുള്ള പടം വരച്ച് പഠിക്കുന്ന ബുക്സ് ഉണ്ടല്ലോ, ആ ബുക്സ് മേടിച്ചിട്ട് നമുക്ക് അത് നോക്കി അങ്ങനെ പടം വരയ്ക്കാം. അങ്ങനെ എല്ലാത്തിനും നിങ്ങൾക്ക് ചെറിയ ചെറിയ
കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അങ്ങനത്തെ ആപ്പുകളുണ്ട്, നിങ്ങൾക്ക് തന്നെ പാടി റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാം, പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കഴിവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണോ അതൊന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നിപ്പം ഭയങ്കര അടിപൊളിയായിട്ട് ഇന്ന് വരത്തില്ല, പക്ഷെ നിങ്ങൾ ഇത് ഇന്നൊന്ന് ചെയ്തു, നാളെ ചെയ്തു, രണ്ടാമത്, മൂന്നാമത് അടുത്ത ദിവസം ചെയ്തു, നാലാമത് ചെയ്തു, അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സാധനം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഇമ്പ്രൂവ് ആവും. അപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങളൊരു ചെറിയ ഒരു എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വിചാരിക്കുകയാണ് എനിക്ക് നല്ല മുടിയുടെ ഗ്രോത്ത് തിക്നെസ് കൂട്ടണം, ഇന്ന് മുതൽ ഞാൻ ഒരു 3 മാസത്തേക്ക് ഞാൻ എൻ്റെ മുടിയിൽ നല്ലതായിട്ട് കെയർ ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആഴ്ചയിൽ എല്ലാ ദിവസവും തല നനയ്ക്കുന്ന മുടിക്ക് നല്ലതല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും നനയ്ക്കുന്നത് കുറച്ചു, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും തല നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജൊക്കെ കൊടുത്ത് ഹെയർ മാസ്ക് ഇടാനും മുടിയൊക്കെ നന്നായിട്ട് കെട്ടിവെച്ച് ആവശ്യത്തിന് മസാജൊക്കെ കൊടുത്ത് അങ്ങനെ 3 മാസം നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതുപോലെയാണ് എല്ലാ കാര്യവും. ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതും അങ്ങനെയാണ് കേട്ടോ. മാനിഫെസ്റ്റേഷൻ ചുമ്മാ ഒരു പേപ്പറിനകത്തോട് എഴുതി വെച്ചെന്ന് വിചാരിച്ചിട്ടോ, സോൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ, സോൾ വാട്ടറിനകത്തോട്ട് അത് ഇട്ട് വെച്ചിട്ട് അതെടുത്ത് ഉണക്കി സൂക്ഷിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും നടക്കത്തില്ല. അതിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനകത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറിയ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്കത് അതിൽ നിങ്ങൾ എക്സ്പേർട്ടായി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ കഴിവ്, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾ ഡെയിലി ചെയ്യുക. ഓരോ ദിവസം ചെയ്യും തോറും അടുത്തടുത്ത ദിവസം നിങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ. അപ്പം ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ബി പേഷ്യൻറ്റ്. എല്ലാ കാര്യത്തിലും നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ അമ്മ നമ്മളെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് കിട്ടിയോ, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് അമ്മയുടെ കയ്യിലോട്ട് കിട്ടിയോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടിയുള്ള ഒരാളാണെങ്കിൽ, ഇപ്പം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണുങ്ങളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരാണെങ്കിലും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ കുട്ടിയെ കിട്ടിയോ? ഇല്ല. അപ്പം അതെന്തിനാ? ആ 9 മാസക്കാലം ആ കുട്ടി അമ്മയുടെ വയറ്റിനകത്ത് കിടക്കുക. അതെന്തിനാ? ഇന്ന് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് നാളെ തന്നെ കുട്ടിയെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ നോക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിയെടുത്ത് ഇത്രയും വലിയൊരു അറ്റാച്ച്മെൻറ്റ് എന്തായാലും വരും. അമ്മയ്ക്ക് കുഞ്ഞിനോട് അറ്റാച്ച്മെൻറ്റ് വരും. ഇല്ലാത്ത അമ്മമാരും ഉണ്ട്. പല കാര്യങ്ങളും നമുക്കറിയാം, പല ന്യൂസും നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ 9 മാസം അമ്മ പ്രിപ്പയർ ചെയ്യുകയാണ്. എന്തിനാ? 9 മാസം കഴിയുമ്പോഴത്തേന് ആ അമ്മ അത്രയും നാൾ ആഗ്രഹിച്ച് നോറ്റിരുന്ന് കാത്ത് നമുക്ക് കിട്ടിയ കുട്ടിക്കും വളരണം. കുട്ടിയുടെ ഉള്ളിലും പല ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാവണം. പ്ലസ് അമ്മ പ്രിപ്പയർഡ് ആവുകയാണ് ആ 9 മാസം കൊണ്ട്. ആ 9 മാസം കഴിയുമ്പോൾ കുഞ്ഞ് വെളിയിലോട്ട് വരുമ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനും കുഞ്ഞിനെ നോക്കാനും പിന്നെ ഈ 9 മാസം പ്രായമുള്ളവരിൽ നിന്നും അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പലരിടത്തു നിന്നും പല കാര്യങ്ങളും കേട്ട്, ചേച്ചിമാരുടെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തും ആൻറ്റിമാരുടെ അടുത്തും ഒക്കെ പല കാര്യങ്ങളും കേട്ട് പഠിക്കുകയാണ്. ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കണം, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ്, എല്ലാ കാര്യങ്ങളും 9 മാസം കൊണ്ട് നമ്മൾ പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടിരുന്നിട്ടാണ് നമുക്ക് 9 മാസം കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്. എന്നിട്ടാണ് അപ്പോഴും നമ്മൾ എക്സ്പേർട്ട് മോമൊന്നും ആയിരിക്കത്തില്ല. ആദ്യത്തെ ഒരു കുഞ്ഞിനെ നോക്കുമ്പം ഒരിക്കലും പല മിസ്റ്റേക്സും നമ്മുടെ ആദ്യത്തെ കുട്ടിയെ നോക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കും. പക്ഷെ രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ നമ്മൾ കുറേ കൂടെ കാര്യങ്ങൾ പഠിക്കും. അന്നുണ്ടായിരുന്ന അത്രയും ടെൻഷൻ നമുക്ക് രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ ഉണ്ടാവില്ല. മൂന്നാമത്തെ കുട്ടിയാകുമ്പോഴോ നമ്മൾ എക്സ്പേർട്ടായി. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ചെയ്ത് നാളെ ഉടനെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എല്ലാ കാര്യത്തിലും പേഷ്യൻ്റായിട്ടിരിക്കുക. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ഒരു കോഴ്സ് പഠിക്കാൻ പോവുകയാണോ, അതിൽ നിന്ന് നമ്മുടെ ഒരു ഡെഡിക്കേഷനും നമ്മുടെ ഒരു ഹാർഡ് വർക്കും അതിൻ്റെ കൂടെ നമ്മുടെ പേഷ്യൻസും നമ്മുടെ ആത്മവിശ്വാസവും ഇതെല്ലാം കൂടെ ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ കുട്ടി നമുക്ക് കഴിവിലോട്ട് കിട്ടുള്ളൂ അല്ലേ? എന്താ പറഞ്ഞേ, ആ കുട്ടിയെന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ റിസൾട്ടിനെയാണ് ഞാൻ കുട്ടിയെന്ന് ഉദ്ദേശിച്ചത്. ആ ഒരു റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചേർന്ന് വരണം. അതിന് നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത്? നമുക്ക് ക്ഷമ വേണം. ഈ ക്ഷമ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ നമുക്ക് ക്ഷമയെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും. പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു, ഏതോ സിനിമ കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു, ദേഷ്യം വരുമ്പം ഇങ്ങനെ പുറകിൽ 99 തുടങ്ങി പുറകിൽ 100 പുറകിലോട്ട് 99, 98, 97 അങ്ങനെ പുറകിലോട്ട് എണ്ണുമ്പോഴത്തേന് നമ്മളെ ദേഷ്യം പോകുന്നു. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കേൾക്കുമ്പോൾ ഭയങ്കര വീടായിട്ട് തോന്നും. എനിക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് വിഷമം വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുമായിരുന്നു. പേടി വരുമ്പം ഭയങ്കരമായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുമായിരുന്നു.
നമുക്ക് പേഷ്യൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബ്രീത്തിങ് ടെക്നിക്സും മെഡിറ്റേഷനും അതൊക്കെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ചെറിയ ചെറിയ പെയിനും ഫെയില്യൂഴ്സും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഇവർ PV എന്ന് പറഞ്ഞ സംഭവം ചേരും. അതായത് പെർവജനൽ എക്സാമിനേഷൻ. ഡോക്ടറിൻ്റെ വിരലിട്ടിട്ട് ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്നത് ഭയങ്കര പെയിൻഫുള്ളാണ്. പക്ഷേ എനിക്കറിയാം പോകുമ്പോൾ അവരെന്തായാലും അത് ചെയ്യും. അതിനെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഉള്ളു പരിശോധിക്കുന്നതാണ്, അത് ഉള്ളിൽ എത്ര ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒളിച്ചോടാൻ എനിക്ക് എന്തായാലും പറ്റത്തില്ല. അതെന്തായാലും അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെ ശ്വാസം പിടിച്ച്. അത് എപ്പോഴോ ഏതോ ഒരു പ്രാവശ്യത്തിൽ എനിക്ക് ഡോക്ടർ എൻ്റെ ഫസ്റ്റ് സിസേറിയൻ്റെ സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് കത്തീറ്റർ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്തീറ്റർ എൻ്റെ സർജറിക്ക് മുമ്പേ കയറ്റുന്നതിന് മുമ്പേ കത്തീറ്റർ ഇടാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞു ശ്വാസം പിടിച്ച് മേളോട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ പെയിൻ ഇങ്ങനെ വേറൊരാൾ ചെയ്തിട്ട് നമുക്ക് പെയിൻ വരുന്ന കാര്യമാണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കും. ആ സമയത്ത് വേദന അറിയത്തില്ല കേട്ടോ. എത്ര നേരം നമുക്കിങ്ങനെ അതിങ്ങനെ മേളോട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അത്രയും സമയം ആ സമയം കൊണ്ട് ഡോക്ടർ എന്തായാലും ഉള്ളു പരിശോധിച്ച് കഴിയും. അപ്പോൾ എനിക്ക് പെയിൻ അറിയത്തില്ല. നമുക്ക് എത്രത്തോളം നമ്മുടെ ലൈഫിനോട് ഒരു നമുക്ക് പണവും ഒക്കെ സത്യമായിട്ടും പണവും അതെല്ലാ കാര്യങ്ങളും നമുക്ക് വേണം എങ്കിൽ മാത്രമേ ലൈഫിൻ്റെ ക്വാളിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഞാൻ പറയട്ടെ, നമ്മുടെ ലൈഫിൻ്റെ അടുത്തുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട് നമുക്ക് എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇന്ന് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ആ ഒരു ബന്ധമായി കൂട്ടേ വിട്ടേക്കുക. അടിച്ച് പിരിഞ്ഞ് വഴക്കുണ്ടാക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. നൈസായിട്ട് നിങ്ങൾ കുറച്ച് നാൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ അങ്ങ് പോകുന്ന ബന്ധത്തിൽ ആ ടൈപ്പ് ആളുകൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അവർ സെൽഫിഷ് ആയിരിക്കും. അവർക്കൊരു ആവശ്യം വരുമ്പോഴായിരിക്കും തിരക്കി പിടിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. എനിക്ക് ഇങ്ങനെ ഭയങ്കര ലൈഫിനോട് ഭയങ്കര പ്രതീക്ഷയുള്ള ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്താലും അത് ചെയ്യണം, അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ വേറൊരാൾ അവരിങ്ങനെയായിരുന്നു, അവൾ അടിപൊളിയായില്ലേ, സൂപ്പറായി, അല്ലെങ്കിൽ അവളിതേ രക്ഷപ്പെട്ടു, അവൾക്ക് ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ, അവൾ ഇത്രയും ശമ്പളമൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പം അവിടെ നിന്നിട്ട് ശരിയാണ്, നമുക്ക് അവളെ ഒന്ന് വിളിച്ച് തിരക്കാം, നമുക്ക് എന്തെങ്കിലും സ്കോപ്പുള്ളതൊക്കെ അന്വേഷിക്കാം എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ പിന്നെ അവളിങ്ങനെ നടന്നിട്ട് അവൾക്ക് ഭാഗ്യത്തിന് കിട്ടിയതല്ലേ, അവളിങ്ങനെ കിട്ടിയതല്ലേ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ ഒഴിവാക്കും കേട്ടോ. കാരണം നാളെ നമ്മുടെ അഭാവത്തിൽ ഇവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. അതുപോലെ വേറൊരാളുടെ ഒരു സക്സസ്സും അവർ അംഗീകരിക്കത്തില്ല. അവർക്ക് കിട്ടിയേക്കുന്ന എല്ലാവർക്കും ചുമ്മാ കിട്ടിയത്, അവരുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയത്, അവരുടെ എന്ന് പറയും. ഹാർഡ് വർക്കിനെ അവർ ഇങ്ങനെ കുറച്ച് കാണും. പിന്നെ ചില ആൾക്കാരുണ്ട് എപ്പോഴും ഇങ്ങനെ എനിക്ക് വയ്യ, എനിക്കിങ്ങനെ ചത്ത് കറിഞ്ഞ, എനിക്കൊന്നുമില്ല, ഞാൻ ഇങ്ങനെയാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ എനിക്കിങ്ങനെ വിഷമത്തിൽ സങ്കടം ആ ഒരു ടോണിലുള്ള പാട്ടൊക്കെ കേട്ട് അങ്ങനത്തെ മ്യൂസിക്കൊക്കെ കേട്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ വിഷമിക്കാനാണ് അതാണ് എൻ്റെ ലൈഫിൻ്റെ നിയോഗം, ഇങ്ങനെ വിഷമിച്ചാൽ ജീവിക്കുന്നത്, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളുകളായതുകൊണ്ട് അവർ ലൈഫിലോട് എക്സ്ക്യൂസ് പറയുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ് ഇങ്ങനെയുള്ളവർ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, ഒഴിവാക്കിയേക്കുക. എപ്പോഴും ലൈഫിനെ പോസിറ്റീവായിട്ട് കാണുന്ന എന്ത് കാര്യം ചെയ്താലും അത് നമ്മൾ നേടും, അത് നമ്മൾ സക്സസ് ആയിരിക്കും, അതെനിക്ക് ചെയ്യണം. വേറൊരാൾ സക്സസ് കാണുമ്പോൾ അവർ ചെയ്തതുപോലെ തന്നെ എനിക്കും ചെയ്യണം, എനിക്കും നേടണം, അവർ സക്സസ് ആയത് അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ്, എനിക്കും അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് സക്സസ് ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ മാത്രം കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുക. അപ്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് നിങ്ങളെ തന്നെ തേടി വന്നിരിക്കും. നിങ്ങൾ സക്സസ്സിനെ നിങ്ങളുടെ കൈവെളിയിൽ കൊണ്ടുവരും. നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും, ഹാപ്പി ആയിരിക്കും. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിങ്ങൾക്ക് ഇടപെടാനും പറ്റും. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളും എല്ലാ നന്മകളും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.